കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അപ്പുറത്ത്, അത്തരം താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ആലോചനകളും ചർച്ചകളും ഒക്കെ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെയാണെങ്കിലും ആരംഭിക്കും. അതും സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ അതുപോലെ പറ്റുന്നില്ല. എന്താ കാര്യം എന്നറിയാവോ സനീഷ്? ഈ ഫാൻസ് കാത്തിരിക്കുകയാണ്. അവിടെ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്തല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അദൃശ്യ ശക്തിയായി കോൺഗ്രസിന് ഉള്ളിലുണ്ട്. അതിനെ ഇങ്ങനെ പിടിച്ചു മുറുക്കിയിരിക്കുകയാണ്. പക്ഷേ അവിടെ എനിക്കൊരു വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ കാണും ഭയങ്കരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഫാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ. അത് പക്ഷേ സനീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഈ ബുൾജറ്റിൻ്റെ ഫാൻസ് ആണെന്നാണ്. ഈ ബുൾജറ്റ് വരുമ്പോൾ രാജ്യം കേരളം കത്തിക്കുന്നു പറഞ്ഞു ഓർമ്മയുണ്ടോ ഈ ഫാൻസ്? പക്ഷേ ഈ ബുൾജറ്റ് പിച്ചർന്ന് പോയപ്പോൾ എല്ലാവരും പിരിഞ്ഞ് അടുത്ത പരിപാടി. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുന്ന ഫാൻസും രാഷ്ട്രീയമായിട്ടുള്ള അനുയായികളല്ല, രാഷ്ട്രീയമായിട്ട് നേതാവിൻ്റെ കരിഷ്മയുടെ കൂടിയ ആളുകളല്ല. അത് ഈ ബുൾജറ്റ് ഫാൻസാണ്. ഈ ബുൾജറ്റ് ക്ഷീണിച്ചാൽ അവർ പിരിഞ്ഞുപോയി അടുത്ത ആളെ പിടിക്കുന്നതാണ്. അവിടെയാണ് ഇവിടെ ഉള്ള ഒരു പ്രശ്നം. ഞാൻ പറയാം, അത് അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ പ്രശ്നം അത് ആ മട്ടിൽ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പറയാൻ മറ്റൊന്നുമല്ല. കാരണം ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കെ സി വേണുഗോപാൽ ആരാണ്? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അത് പിൻവലിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ് പിൻവലിക്കുന്നത്? അതിലൊരു ഏതെങ്കിലും തരത്തിൽ, അതായത് ഇത്തരം ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ വളരെ നല്ല ഭാഷയിൽ, വളരെ നീറ്റായി, വേറെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊന്നും ഉൾപ്പെടുത്താതെ വളരെ കൃത്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കണ്ടത്. പക്ഷേ അത് പിൻവലിക്കേണ്ടി വന്നു. അത് മാത്രം അവരുടെ ഒരു കാര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ ഭാര്യ എന്ന നിലക്ക് അവർ എഴുത്തുകാരി കൂടിയാണ്. എഴുത്തുകാരി കൂടിയാണ്. നമ്മൾ പറയുമ്പോൾ കെ സി വേണുഗോപാലിന്റെ ഭാര്യ എന്ന് ഈ കാരണം കൊണ്ട് പറഞ്ഞെങ്കിൽ അവരൊരു എഴുത്തുകാരി, അവർക്ക് അവരുടേതായ ധാരണയുള്ള ആളാണ്. ആ പോസ്റ്റ് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവർക്കെതിരെ ഉമാ തോമസിനെതിരെയും ഷാനിമോൾ ഉസ്മാനെതിരെയും ഒക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടായല്ലോ. ആ ആക്രമണം ഉണ്ടായത് എവിടെ നിന്നാണ് എന്നുള്ളത് അന്വേഷിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ഒരു അന്വേഷണം കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം കോൺഗ്രസിൻ്റെ തന്നെ KPCCയുടെ IT സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ആ സോഷ്യൽ മീഡിയ ആക്രമണം നടത്തിയതിന് മുൻപന്തിയിൽ നിന്നത് എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അവരുടെ ചിത്രങ്ങളടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ടല്ലോ. അവർക്ക് ആർക്കെങ്കിലും എതിരെ ഒരു നടപടിയോ ഒരു അന്വേഷണമോ പ്രഖ്യാപിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് നേതൃത്വം ദുർബലമാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ശബരിമല കാരണമാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്ന് CPM വിശ്വസിക്കുന്നത് പോലെ എന്തോ ഒരു വിശ്വാസത്തിൽ, മൂഢവിശ്വാസത്തിൽ ഇവർ പെട്ടിരിക്കുകയാണ്. തനിക്ക് പറഞ്ഞ പോലെ ഈ ബുൾജറ്റ് ഫാൻസിനെ എല്ലാം കൂടെ കണ്ടിട്ട്, ആ മട്ടിലുള്ള ഫാൻസിനെ കണ്ടിട്ട് എന്താണ് ഇവർ സംശയിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ടോ എന്ന് എനിക്ക് ന്യായമായ സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ഒരു പ്രസ്താവന KPCC പ്രസിഡന്റിന് നടത്തിയാൽ എന്താ? KPCC പ്രസിഡന്റ് കമാൻഡ് മിണ്ടിയോ? ഈ സോഷ്യൽ മീഡിയ ആക്രമണത്തിനെതിരെ ഒരു അന്വേഷണം നടക്കും എന്നുള്ള ഒരു നിലപാട് KPCC പ്രസിഡന്റ് എടുക്കേണ്ടതല്ലേ? അവരിൽ ആരെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ടീമിനെ കുറിച്ച് എനിക്കതായാലും സംശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ തിക്തഫലം എത്രയോ കാലം ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് അവരുടെ ശേഷിയെക്കുറിച്ചൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. നല്ല മതിപ്പാണ്.